നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മോഡൽ ഇംഗ്ലീഷ് സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വൈദ്യ പരിശോധന ക്യാമ്പ് നടത്തി. പ്രധാന അധ്യാപിക സി ചന്ദ്രിക ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നമ്മുടെ സ്കൂളിൽ മോഡൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം എന്ന കൺസെപ്റ്റിൽ ഞങ്ങളുടെ സ്കൂളും അതിൽ പാർട്ടിസിപ്പൻ്റാണ്. ഞങ്ങളുടെ സ്കൂളിൽ മോഡൽ ഇൻക്ലൂസീവ് റൂം ആക്ടിവിറ്റി കം റിസർച്ച് സെൻ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും ഈ ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മൾ മെഡിക്കൽ അവയർനെസ്, അവരുടെ രക്ഷിതാക്കൾക്ക്, അതുപോലെ കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. 2025-26 അക്കാദമിക വർഷത്തിലെ മെഡിക്കൽ ക്യാമ്പാണ് നടത്തിയത്. ഇതിൽ 20ഓളം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. ആ കുട്ടികൾക്ക് വളരെയധികം ഒരു മോട്ടിവേഷനായിരുന്നു ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല നമ്മൾ പങ്കെടുപ്പിച്ചിരിക്കുന്നത്, നെന്മാറ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് നടന്നത്. PTA പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. അയലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജിഷ മുഖ്യാതിഥിയായി. ഞങ്ങൾ അയലൂർ ആശുപത്രിയിൽ ഒരു ടീമാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഏകദേശം 13ഓളം കുട്ടികളാണ് ഇന്ന് ക്യാമ്പിൽ ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക, അതുകൂടാതെ അവരുടെ രക്ഷിതാക്കളുടെ എന്തെങ്കിലും കുട്ടികളെക്കുറിച്ചുള്ള ആകാംക്ഷയോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. ക്യാമ്പ് വളരെ നല്ല രീതിയിലാണ് നടന്നത്. കുട്ടികളിൽ അങ്ങനെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ കുട്ടികളും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവരെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഫിസിയോതെറാപ്പിയും കൗൺസിലിങ്ങും അങ്ങനെ തുടർ ചികിത്സകളൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. സ്റ്റാഫ് സെക്രട്ടറി ബി ഷീജ, സീനിയർ അസിസ്റ്റന്റ് സി വിമല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി ജയപ്രഭ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.